ശ്രീ ഹരിശ്രീ രാധാകൃഷ്ണൻ. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. വെൽക്കം രാധാകൃഷ്ണൻ ചേട്ടൻ. ഒരുപാട് സന്തോഷം ഇവിടെ വന്നതില്. രമേശേട്ടാ, രാധാകൃഷ്ണന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വിശേഷങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പൊ പ്രോഗ്രാം ഒന്നും ഇല്ലല്ലോ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഒരു ബൈപ്പാസ് ഉണ്ടായിരുന്നു. അത് സഹായിച്ചതൊക്കെ ഇപ്പൊ ഷാരടിയും ധർമ്മജനൊക്കെ എല്ലാവരുമാണ് സുഹൃത്തുക്കളൊക്കെ സംഘടിപ്പിച്ചത്. അതുകൊണ്ട് നമ്മളിപ്പോ ഇങ്ങനെ നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. സന്തോഷമായി. രാധാകൃഷ്ണൻ ചേട്ടൻ, ഇനി ഞാൻ എന്റെ അനുഭവത്തിൽ ആദ്യം കാണുന്നത് സലീം കുമാർ ചേട്ടന്റെ ട്രൂപ്പിന്റെ റിഹേഴ്സൽ ക്യാമ്പ് നോർത്ത് പറവിലെ വാവക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു SNDP ഹാളിൽ നടക്കുകയാണ്. അപ്പൊ ഞങ്ങളൊക്കെ അവിടെ റിഹേഴ്സലിന് പുതിയ പിള്ളേരായിട്ട് ഇരിക്കുമ്പോൾ അവിടെ വൈകുന്നേരങ്ങളിൽ BSA SLR സൈക്കിളുമായിട്ട് ഒരാൾ വരും. അപ്പൊ നമ്മളോട് അവിടെ നിൽക്കുന്നവർ, ഇത് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളാണ്, ഹരിശ്രീയിലെ ആർട്ടിസ്റ്റാണ്, കൊച്ചിൻ ഹരിശ്രീയിലെ ആർട്ടിസ്റ്റാണെന്ന് പറഞ്ഞ് ഞാൻ അന്ന് എന്ന് രാധാകൃഷ്ണൻ ചേട്ടനെ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ തുടർന്ന് രാധാകൃഷ്ണൻ ചേട്ടൻ ഏറ്റവും പോപ്പുലർ ആയത് നമ്മൾ ഇങ്ങനെ കണ്ട കുട്ടികൾക്കൊന്നും പെട്ടെന്ന് രാധാകൃഷ്ണൻ ചേട്ടൻ മനസ്സിലാവില്ല. രാധാകൃഷ്ണൻ ചേട്ടൻ ഒരു സാരിയൊക്കെ എടുത്ത് ഒരു വിഗൊക്കെ വെച്ചിട്ട് നാണിത്തള്ള എന്നും പറയുന്ന ഒരു വേഷത്തിലാണ് നമ്മുടെ പല സ്കിറ്റുകളിലും വന്നിട്ടുള്ളത്. ആ നാണിത്തള്ളയാണ് രാധാകൃഷ്ണൻ ചേട്ടനെ ഏറെ ജനകീയമാക്കിയത്. എത്ര വർഷമായി പരിപാടി തുടങ്ങിയിട്ട്? ഞാൻ 1978 മിമിക്രി ആരംഭിക്കുന്നത്. പക്ഷെ മിമിക്രി എന്നുള്ള പേര് വന്നിട്ടില്ലെന്നുള്ളൂ. അന്ന് ശബ്ദാനുകരണമൊക്കെ അന്ന് 78 തുടങ്ങി. അത് നാണിത്തള്ളയുടെ ശബ്ദം എടുക്കുന്നത് 1984 സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോ. അങ്ങനെയാണ്. പിന്നെ കൊച്ചിൻ ഹരിശ്രീയിലൊക്കെ ഏത് വർഷം എത്തി ചേട്ടൻ? കൊച്ചി ഹരിശ്രീയിൽ 89 തൊട്ട് എത്ര വർഷം ഹരിശ്രീയിൽ കളിച്ചു? ഞാനൊരു 13 വർഷം കൊച്ചി ഹരിശ്രീയില് അശോകൻ ചേട്ടനെ കൊള്ളകാലം വരെ കളിച്ച. ഹരിശ്രീ അശോകൻ ചേട്ടൻ്റെ ഒപ്പം കളിച്ചു. ഹരിശ്രീ അശോകൻ ചേട്ടൻ്റെ ഒപ്പം എത്ര വർഷം കളിച്ചിട്ടുണ്ട്? ഒരു 5-8 വർഷം ഒന്നിച്ച് പ്രോഗ്രാമിന് പോയിട്ടുള്ളതാണ്. അശോകൻ ചേട്ടനും നിങ്ങളും ഒക്കെ കൂടെ ഒരു ട്രൂപ്പിലാണ് ഒരുപാട് വർഷം കളിച്ചിട്ടുള്ളത്. ഒരുപാട് വർഷം കളിച്ചിട്ടുണ്ട്. അതെ ചേട്ടാ, എത്ര ആക്ടേഴ്സിനെ അനുകരിക്കാറുണ്ടായിരുന്നു? എത്ര നടന്മാരെ? ഞാൻ കൊച്ചിൻ ഹരിശ്രീയിൽ ഇന്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞപ്പോ ഒരു 10-13 സ്റ്റാറുകൾ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്താലും നാണിത്തളുടെ ഒരു ടച്ച് വരും. അതുകൊണ്ട് നിർത്തി ഇടപാട്. നാണിത്തള്ളയുടെ കൊണ്ടുള്ള ഉപദ്രവമായി പോയി. അതെ അതെ. ഞങ്ങൾക്ക് വേണ്ടി ഈ നാണിത്തള്ളയുടെ ഒരു ഒറ്റക്കുള്ള ഒരു വർത്താനം കുറച്ച് ഒരു പെർഫോമൻസ് കാണിച്ചു വെക്കാൻ പറ്റാതെ? എന്റെ മോൻ കല്യാണം കഴിച്ചൊരു കെട്ടിലമ്മൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് അവള് കെട്ടിക്കേറിയ നിമിഷം ഒരു കൈകാല് വറവലും വായെന്നൊക്കെ നൊത്തേന്നോളൊക്കെ വീണ ഒരൊറ്റ വീഴ്ച. ഞാൻ വിചാരിച്ച അവസ്മാരത്തിൻ്റെ അസുഖം വിചാരിച്ച് എൻ്റെ വീടിൻ്റെ താക്കോൽ അവളുടെ കയ്യിൽ കൊടുത്ത് അവളുടെ വിറവിലും മാറി. എന്നാ താക്കോൽ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് എൻ്റെ വിറവിൽ മാറുമെന്ന് എനിക്കൊക്കെ അറിയാൻ പാടില്ല. ദൈവമേ ഭഗവാന്. പാട്ടുകാരനായിട്ടാണ് എന്നെ ഹരിശ്രീയിൽ ഇന്റർവ്യൂ ചെയ്ത് രാധാകൃഷ്ണൻ ചേട്ടൻ പരിപാടിയിൽ എത്തുന്നത് പാട്ടുകാരനായിട്ടാണ്. അതെ, പാട്ടുകാരനായിട്ടാണ് ഞാൻ എന്നെ ഇന്റർവ്യൂ ചെയ്തെടുത്തത്. ഒരു 150 പേരോളം ഇന്റർവ്യൂവിൽ വന്നിട്ട് സെലക്ട് ചെയ്തത് എന്നെയും ഒനിയുടെ ബക്കറിനെയും മാത്രമാണ്. ബക്കർമാള. ഒനിഡയിൽ ചേട്ടൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ? ഒനിഡയിൽ ഞാൻ ചെയ്തിട്ടില്ല. ഹരിശ്രീയിൽ ഒരു 13 വർഷത്തോളം ഉണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ. ഹരിശ്രീയിൽ 13 വർഷത്തോളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രീലാൻസിങ് ആയി അല്ലേ? അതെ. പിന്നെ ആരെ വിളിച്ചാലും പോകണം. ആര് വിളിച്ചാലും നമ്മൾ പോയി പരിപാടി ചെയ്യുന്ന അവസ്ഥയിലേക്ക്. സ്കിറ്റുകളല്ലേ കൂടുതലും ചെയ്തോണ്ടിരുന്നത് അന്ന്? സ്കിറ്റുകള്, പാട്ടുകളും. അതെ. രാധാകൃഷ്ണൻ ചേട്ടൻ ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ആരൊക്കെയായിരുന്നു ആ സമയത്ത്? എനിക്ക് സുധീർ പറവൂരൊക്കെ ആയിരുന്നു ഏറ്റവും. സുധീർ സുകുമാരൻ എന്ന് പറയുന്നത് നമ്മളുടെ ഈ പരിപാടിയിലെ കേശവമാവന്റെ കാര്യം പറയുന്നത്. എനിക്ക് വേറൊരു കാര്യം പറയണ്ടേ, നാണിത്തള്ള ഒച്ചയിൽ പറയാതെ. കേശുമാമെന്നും പറഞ്ഞൊരാൾ ഇവിടെ വന്ന് കെട്ടിക്കേറിയിട്ടുണ്ടല്ല. ഇങ്ങോര് എന്നെ ട്യൂൺ ചെയ്യാൻ പലപ്പോഴും നോക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പിടികൊടുത്തിട്ടില്ല. അതിന്റെ വിഷമത്തിലാണ് ഈ ഫ്ലോറിൽ കയറിയാക്കണത്.